കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയേറെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ കൃപയൊഴുകുന്ന ഈ കൃപാഭിഷേക ശുശ്രൂഷയിലേക്ക് അച്ഛൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് വളരെയധികം പ്രധാനപ്പെട്ട തിരുവചനമാണ് നാം ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. 2 കൊറിന്തോസിൻ്റെ 3-ാം അധ്യായത്തിൽ 12 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ. ഈ ദൃശ്യമായ പ്രത്യാശ ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങൾ ധൈര്യമുള്ളവരാണ്. മങ്ങിക്കൊണ്ടിരുന്ന തേജസ്സിൻ്റെ തിരോധാനം ഇസ്രായേൽക്കാർ ദർശിക്കാതിരിക്കാൻ വേണ്ടി മുഖത്ത് മൂടുപടം ധരിച്ച മോശയെ പോലല്ല ഞങ്ങൾ. അവരുടെ മനസ്സ് കടുപ്പമേറിയതായിരുന്നു. അവർ പഴയ പ്രമാണം വായിക്കുമ്പോൾ അതേ മൂടുപടം ഇന്നും അവശേഷിക്കുന്നു. എന്തെന്നാൽ ക്രിസ്തുവിലൂടെ മാത്രമാണ് അത് നീക്കപ്പെടുന്നത്. അത് ഇന്നും മോശയുടെ ഗ്രന്ഥം വായിക്കുമ്പോഴെല്ലാം അവരുടെ മനസ്സിൽ ഒരു മൂടുപടം കിടക്കുന്നുണ്ട്. എന്നാൽ ആരെങ്കിലും കർത്താവിലേക്ക് തിരിയുമ്പോൾ ആ മൂടുപടം നീക്കപ്പെടുന്നു. കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിൻ്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ മൂടുപടം അണിഞ്ഞാത്ത മുഖത്ത് പ്രതിഫലിക്കുന്ന നാം എല്ലാവരും അവിടുത്തെ സാദൃശ്യത്തിലേക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആത്മാവായ കർത്താവിൻ്റെ ദാനമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെയധികം അഭിഷേകത്തിൻ്റെ ഈ വചനത്തെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിന്ന് ഇറങ്ങി നമ്മൾ നമ്മുടെ കുടുംബങ്ങളുള്ള പൈശാചിക പീഡകളെ ദൂരെ അകറ്റണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശക്തി നമ്മിലേക്ക് ഒഴുകപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുമുള്ള ബന്ധനങ്ങൾ അഴിയും, കെട്ടഴിയും. ലൂക്ക 4:18 വചനമുണ്ട്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ വത്സരം, ഇത് പ്രഘോഷിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവാണ് അവിടെ ആ മൂടുപടം മാറ്റുന്നത്, ബന്ധനം അഴിക്കുന്നത്, പൈശാചിക ശക്തികളിൽ നമ്മളെ മോചിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ശക്തിയോടെ ജീവനോടെ ഒഴുകപ്പെട്ട് കഴിയുമ്പോഴാണ് ആ ഒരു ശക്തി കൊണ്ട് അത് സംഭവിക്കും. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവമായ കർത്താവ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ ചൈതന്യം, ആ ചൈതന്യമാണ് പരിശുദ്ധാത്മാവ് ഒഴുകിക്കഴിഞ്ഞപ്പോൾ പ്രപഞ്ചം ഉണ്ടായി. പ്രപഞ്ചത്തിൽ സൃഷ്ടികർമ്മം നടന്നതായിട്ടാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുക. ഈ നാളെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ദൈവികമായൊരു ഇടപെടൽ ഞാൻ കണ്ടുമുട്ടി. ഒരു മനുഷ്യന്, അദ്ദേഹം ശരിക്കും ഈ മലയാളിയല്ല, വേറൊരു ഭാഷക്കാരനായ വ്യക്തി, ആൾ തമിഴനാണ്, തമിഴ് നാട്ടുകാരനായ ഒരു മനുഷ്യൻ. അപ്പം അദ്ദേഹം ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നു. ശരിക്കും ആളൊരു അക്രൈസ്തവ സഹോദരനാണ്. ആൾ വർഷങ്ങളായിട്ട് മദ്യപാനത്തിൻ്റെ അടിമയാണ്. മദ്യപിച്ച് അദ്ദേഹം തകർന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബം തകർന്നു, അദ്ദേഹത്തിൻ്റെ മക്കൾ തകർന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞു വ്യക്തി. ആരോ പറഞ്ഞു, അണക്കരയിൽ പോയി പ്രാർത്ഥന മേടിക്കുക, ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പം അങ്ങനെ ഈ പ്രായമുള്ള ഈ മനുഷ്യന് പ്രാർത്ഥന ആരോ പറഞ്ഞത് കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തി. ഇവിടെ വെച്ച് ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നു. ഞാൻ ഈ ആളുടെ തലയൊക്കെ വെച്ച് പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയുടെ മേൽ നിറയാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിച്ച് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സംഭവം ഇങ്ങനെയാണ്. പിന്നീട് ഞാൻ അറിയുന്ന സംഭവം ഇതാണ്. അന്ന് ഇവിടുന്ന് പ്രാർത്ഥിച്ചു പോകുമ്പോൾ ആ വ്യക്തി പറയുകയാണ്, എൻ്റെ ദേഹത്തു നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ വിട്ടുപോയി, എന്തൊക്കെയോ മനസ്സിൽ നിന്ന് വിട്ടുപോയി. ഈ മദ്യപാനത്തോടുള്ള ആസക്തി, അടിമയായിരുന്ന വ്യക്തിയാണ്. മദ്യപാനത്തിൻ്റെ അടിമത്വം വെച്ചാൽ നമുക്കറിയാം അത്ര ഭീകരമാണ്. അതിനെ ചികിത്സിച്ചാലോ അല്ലെങ്കിൽ ഉപദേശിച്ചാലോ ഒന്നും അതിൽ നിന്ന് കരകയറാൻ പലർക്കും സാധിക്കത്തുമില്ല. കാരണം അതുപോലത്തെയാണ് എൻ്റെ അവസ്ഥ. അതാണ്. പക്ഷെ നേരെ മറിച്ച് ഈ വ്യക്തിയുടെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ അനോയിന്റിങ് പരിശുദ്ധാത്മാവ് പറയുന്നത് കൈവ് പ്രാർത്ഥനയാണ്. കൈവച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ഒരു ഒഴുക്ക് ഈ വ്യക്തിയിൽ സംഭവിച്ചു. അപ്പം അതിൻ്റെ ഫലമായി സംഭവിച്ചത് പറയുന്നു, 1 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടെ വരുമ്പോൾ വന്നു പ്രാർത്ഥിക്കാൻ വന്നിട്ട് അദ്ദേഹം പറയുകയാണ്, അന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയ പിന്നെ ഒരിക്കൽ പോലും ഞാൻ മദ്യപിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള ആഗ്രഹം എൻ്റെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും മാറിപ്പോയി. ഭയങ്കര ഫ്രീഡമായി, അദ്ദേഹത്തിന് വീട്ടിൽ സമാധാനമായി, കുടുംബത്തിൽ സമാധാനം, എല്ലാം സ്വസ്ഥമായി, വളരെ സന്തോഷത്തോടെ ഈ തമിഴനായി മനുഷ്യൻ വന്നിട്ട്
ഈ ദിവസങ്ങളിൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ തുടർച്ചയായിട്ട് ഇവിടെ ആദ്യ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വരും, ധ്യാനം കൂടാൻ വരും, വചനം കേൾക്കാൻ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എന്താണ് സംഭവിച്ചത്? പരിശുദ്ധാത്മാവ് ഒഴുകുന്നു. പലപ്പോഴും ആളുകൾക്ക് അണക്കരയിൽ ഇവിടെ വന്ന് വചനം കേൾക്കാൻ ആളുകൾ എന്തുകൊണ്ട് വരുന്നു? പലപ്പോഴും ചെയ്യും, ഞാൻ വരുന്നില്ല, ഇവിടെ കഴിവൊന്നുമല്ല, വചനം പ്രസംഗിച്ചു കൊടുക്കും. പരിശുദ്ധാത്മാവ് ഈ പരിശുദ്ധാത്മാവ് ഒഴുകണം. അങ്ങൊരു തലമുണ്ട്, അത് സംഭവിക്കണം. അത് സംഭവിക്കുമ്പോഴാണ് അത്ഭുതമുണ്ടാകുന്നത്. ഈശോ കുരിശിൽ മരിക്കുന്ന സമയത്ത് നമുക്കറിയാം, പാറ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു, ഭൂമി കുലുങ്ങി, ദേവാലയത്തിൽ തിരശ്ശീല രണ്ടായി കീറി എന്നെല്ലാം ദൈവവചനം പറയുമ്പോൾ എപ്പോഴാണ് സംഭവിച്ചത്? ഈശോയുടെ ചങ്കിൽ നിന്ന് ചോരയും ജലവും ഒഴുകുന്ന സമയം പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുമ്പോഴാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, അരൂപി ഇറങ്ങുന്ന തലമുണ്ട്. അങ്ങനെ അവിടെ ഒരു പ്രവർത്തന അടയാളമുണ്ട്. പരിശുദ്ധാത്മാവ് ഇറങ്ങുന്ന ജീവിതങ്ങളിൽ അടയാളമുണ്ടാകും, അത്ഭുതമുണ്ടാകും, വിടുതലുണ്ടാകും. ബന്ധനം വഴി സാത്താന്റെ ശക്തി വിട്ടുപോകും. അതുകൊണ്ട് ഈശോ പറഞ്ഞത് മത്തായിയുടെ സുവിശേഷം 12:28-29, ദൈവാത്മാവിനാലാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ. അതായത് ദൈവാത്മാവിനാലാണെങ്കിൽ അതോടെ ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുക. പൈശാച ശക്തികളെ ബഹിഷ്കരിക്കേണ്ടത് ദൈവാത്മാവ് കൊണ്ടാണ്. പിശാചിനെ ബഹിഷ്കരിച്ചാൽ ഇരുവരും പ്രശ്നത്തിലാവും. അതാണ് ചില മന്ത്രവാദികൾ ഒത്തിരി പേരെ ഒരുപാട് പൈശാച ശക്തി ഉപയോഗിച്ചുകൊണ്ട് പല പ്രവർത്തികളും ചെയ്യും. അവസാനം ഇവൻ്റെ കുടുംബം നന്നാക്കണമെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം പിശാചിനെയുമായിട്ട് ഉപയോഗിച്ച് അവസാനം രണ്ടും നശിച്ചു പോകുന്ന അവസ്ഥയിലോട്ട് കാണാൻ പറ്റുമേ. അപ്പോൾ ഇവിടെ ദൈവവചനത്തിൻ്റെ ശക്തി വീണ്ടും നമ്മൾ കേൾക്കുക. ഇങ്ങനെ തലമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകുന്നൊരു സംഭവം. അതാണ് ആദ്യ പെന്തക്കോസ്ത് നടക്കുമ്പോൾ അപ്പോസ്തലപ്രവർത്തനം 2:1-4 അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെല്ലാം ശക്തിപ്പെട്ടു എന്ന് വചനം പറയും. ഈ ഒരു ശക്തി അവരിലോട്ട് ഒഴുകുന്നുണ്ട്, ഫ്ലോ ചെയ്യുന്നുണ്ട്. അതാണ് അപ്പോസ്തലപ്രവർത്തനത്തിന്റെ 5:12 അപ്പോസ്തലന്മാരുടെ കരങ്ങളിലൂടെ ജനമധ്യത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചിരുന്നു എന്ന് തിരുവചനം പറയുക. വീണ്ടും വചനം പറയുന്നുണ്ട്, 15-ാമത്തെ വചനം പറയും. അപ്പോസ്തലപ്രവർത്തനം 5:15 അവർ രോഗികളെ തെരുവീതികളിൽ കൊണ്ടുവന്ന് കിടക്കുകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ നിപതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്. കണ്ടോ, പത്രോസിന്റെ നിഴല് പതിക്കുമ്പോൾ നിഴലിൽ പോലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ട്. അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി കൊടുക്കുന്നവര് പത്രോസല്ല കൊടുക്കുന്നത്, യോഹന്നാനല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് ഒഴുകുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ തലമുണ്ട്. ഇത് നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ പോകുന്ന വഴികളിൽ, നടക്കുന്ന വഴികളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിലൂടെ, നമ്മുടെ കരങ്ങളിലൂടെ, നമ്മുടെ പാദങ്ങളിലൂടെ, നമ്മുടെ കണ്ണുകളിലൂടെ, നമ്മുടെ മനസ്സിലൂടെ ഒഴുകണം. ഒഴുകുന്ന തല അത് സംഭവിക്കണം. വിവരം നിറയുന്നതിന് ഇത് നിറഞ്ഞതുകൊണ്ടാണ് സംഭവിക്കുന്നത്. വീണ്ടും തിരുവചനം പറയുകയാണ്, 2 കൊരിന്തോസിന്റെ 3-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവ് ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഒരാൾ ബന്ധനങ്ങളിൽ മോചനങ്ങളും അരൂപിയുടെ പ്രവർത്തനമാണ്. സ്പിരിറ്റ് ഓഫ് ഡെലിവറൻസ് സെറ്റ് അസ് ഫ്രീ. പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്, സ്പിരിറ്റ് ഓഫ് ഡെലിവറൻസ് സെറ്റ് അസ് ഫ്രീ. വിടുതലിൻ്റെ ആത്മാവെ വിടുതൽ തരണമേ, വിമോചനം തരണം, സൗഖ്യം തരണം. കാരണം ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്ക് വിമോചനം, ആദ്യമേ നമുക്ക് ബന്ധനം അടിക്കും, മനസ്സിൻ്റെ ഭാരമെല്ലാം അടിക്കും, മനസ്സിൻ്റെ കെട്ടഴി. ചിലർക്ക് ഞാൻ തലയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ പറയും, അച്ഛനെ ഉള്ളിലുള്ള എല്ലാ വിഷമമൊക്കെ മാറി, ആന്തരിക സൗഖ്യം കിട്ടി, കുടുംബത്തിലെ അസ്വസ്ഥത മാറി, ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരം കുറഞ്ഞു, നിരാശ മാറി, അസ്വസ്ഥത മാറി, പൈശാചിക പീഡയെല്ലാം വിട്ടുപോയി. കാരണം എല്ലാം പരിശുദ്ധാത്മാവ് വരുമ്പോൾ പിശാചിനൊന്നും അവിടെ സ്ഥലമില്ല, പ്രവർത്തിക്കാൻ പറ്റില്ല. ഒരാളുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകുമ്പോഴാ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്ന് പിശാച് പോകുന്നു. ഈ ഒഴുകണമെങ്കിൽ എന്ത് വേണം? ഒഴുകണമെങ്കിൽ തുറക്കണം. നമുക്കറിയാം, ഹൃദയം തുറന്നിരുന്നാലേ, തുറക്കുന്നത് വിശ്വസിച്ചാലേ പറ്റുള്ളൂ. വിശ്വാസത്തോടെ നിൽക്കണം, പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം. വിശ്വാസമെന്ന് വലിയ പുണ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കൃപകളെല്ലാം നമ്മൾ അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം പറയും, വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുന്നുണ്ടെന്നും വിശ്വസിക്കണം. വിശ്വാസത്തിലൂടെ സ്വീകരിക്കുന്നത് ഫെയ്ത്ത് വേണം അവിടെ. അത് തന്നെ തിരുവചനത്തിൽ റോമാലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ
പറയുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ വിശ്വാസം, അതിലൂടെയാണ് അബ്രാഹത്തിന് വൃദ്ധനായ വാർദ്ധക്യത്തിൽ കഴിയുന്ന അബ്രാഹത്തിനും അതുപോലെ തന്നെ സാറയ്ക്കും അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുന്നത് ഫെയ്ത്ത്, ദൈവവചനത്തിന് ഹൃദയം തുറന്നിരിക്കുക. തുറക്കുമ്പോഴാണ് സംഭവിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുന്നത്. ആ ശക്തി വിശ്വസിക്കുമ്പോഴാണ്, വചനത്തെ കണ്ണുപൂട്ടി വിശ്വസിക്കുമ്പോഴാണ്. ലൂക്കാ 1:38 പരിശുദ്ധ അമ്മ ചെന്നപോലെ, പിതാ കർത്താവിന് ദാസി നിന്റെ വചനം പോലെ നിറവേറട്ടെ. റോമാലേഖനത്തെ 4:19-20 വചനം പറയും, 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമെന്നിട്ട് അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എതിരായിട്ട് അവൻ ചിന്തിച്ചില്ല, മറിച്ച് അവൻ വിശ്വാസത്താൽ അവൻ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ ഫെയ്ത്ത് ഉണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവിനെ നേടുന്ന വഴിയാണ് വിശ്വാസത്തിൻ്റെ വഴി. ഈശോ കർത്താവാണെന്ന് വിശ്വസിക്കുന്ന സംഭവം. അപ്പോൾ പരിശുദ്ധാത്മ ഒഴുകുന്നതാണ്. അപ്പോൾ അവിടെയാണ് അനുദപിക്കുന്നതൊക്കെ. വിശ്വസിക്കുമ്പോഴാണ് അവിടെ പരിശുദ്ധാത്മ കടന്നു വരിക. അപ്പോൾ ദൈവം ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട്. പിടിച്ചു പൂട്ടുന്നൊന്നുമില്ല. എല്ലാം കെട്ടിയിട്ട്, ഇന്ന് മുഴുവൻ കുടുംബങ്ങളെല്ലാം കെട്ടിയിട്ടിരിക്കുക. അസ്വസ്ഥതയാണ്, തിന്മ കയറി പിടിക്കുക, അടിമത്തം ഉണ്ടാകുന്നതുകൊണ്ടാണ്. മദ്യപാനത്തെ അടിമത്തം, അല്ല പുകവലിക്ക് അടിമത്തം, അഹങ്കാരത്തെ അടിമത്തം, മരണത്തിന് അടിമത്തം, നിരാശയ്ക്ക് അടിമത്തം, ധനമോഹം. പരിശുദ്ധാത്മാവ് അറിയാത്തതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ അടിമകളായിട്ട് പോകുന്നത്. ലോകാരൂപികളുടെ അടിമകളായി തീരുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് അച്ഛനീ പറഞ്ഞത് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ നീ സ്വതന്ത്രനാകണമെങ്കിൽ, ഫ്രീഡം അനുഭവിക്കണമെങ്കിൽ, യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൻ്റെ മകനും മകളുമായിട്ട് നീ മാറണമെങ്കിൽ നീ പരിശുദ്ധാത്മാവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. അവിടെ പറയുന്നുണ്ട്, തിരുവചനം പറയുകയാണ് 2 കൊരിന്തോസിൽ, അതായത് മോശയുടെ ഗ്രന്ഥം, അതായത് നിയമഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ഇപ്പോഴും അവിടെ മഹത്തൊരു മൂടുപടം. ഒരുപാട് പേർ വചനം ഗ്രഹിക്കാൻ പറ്റുന്നില്ല. വെച്ചു സുവിശേഷ വചനം ഗ്രഹിക്കാൻ പറ്റുന്നില്ല. കാരണം തുറന്ന് അവിശ്വാസം. ശരിക്കും എന്താണ് ലോകത്ത്? വിശ്വാസം കളയുന്നു, നമ്മുടെ ഫെയ്ത്ത് കളയുകയാണ്. പഠനങ്ങളും വായനകളും ഗ്രന്ഥങ്ങളും ആളുകളും യുക്തിവാദികളും ദൈവജ്ഞന്മാരും ഫരീസയരും ലോകത്തിൻ്റെ ആളുകളും ഫെയ്ത്ത് കളയുന്ന വാതിലടക്കിയ, ദൈവത്തെ സ്വീകരിക്കുക വാതിലടക്കിയാണ് നമ്മളെല്ലാവരും. ഈശോ അത് മാറണം. ദൈവവചനം കേൾക്കാൻ ഹൃദയം തുറക്കാനുള്ള കൃപ. തുറന്നു കഴിയുമ്പോഴാണ് ഈശോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അനുഭവം, പരിശുദ്ധാത്മാവ് വരുന്ന അനുഭവം. അപ്പോഴാണ് ഈ മൂടുപടം മാറുന്നത്. ബുദ്ധിയിലെ അന്ധകാരമുണ്ട്, വളരെ സീരിയസ് ആയ സംഭവം. ബുദ്ധിയിൽ അന്ധകാരം, നെഗറ്റീവായ തോട്ട്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞ് നമുക്ക് ദൈവത്തെ അനുഭവിക്കാനോ ദൈവത്തെ സ്വന്തമാക്കാനോ നമുക്കൊന്നും സാധിക്കില്ല. ഒരുപാട് അസ്വസ്ഥതകൾ, പൈശാചിക പീഡകൾ ഒക്കെ നമ്മളെ ബാധിക്കുന്നത്, നമ്മുടെ ജീവിതം തന്നെ ഒരുപാട് വിഷമഘട്ടങ്ങളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. അതുകൊണ്ട് വളരെ എളിമയോടെ നമ്മൾ ദൈവം വിശ്വസിച്ചാൽ മാത്രമേ സംഭവം. അതുകൊണ്ട് ദൈവം അതിനൊക്കെ ഹൃദയത്തിൽ വിശ്വസിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6:11 പറഞ്ഞു, എൻ്റെ വചനങ്ങൾ അഭിലാഷം അർപ്പിക്കുവിൻ, തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം കിട്ടും. ഞാനോട് പരിശുദ്ധാത്മാവാ. അപ്പോൾ ദൈവവചനമൊക്കെ വിശ്വസിച്ചാൽ മാത്രമേ അതിലൂടെ വരുന്ന കൃപ നമുക്ക് നേടിയെടുക്കാൻ പറ്റൂ. ദൈവവചനത്തെ വിശ്വസിക്കണം. വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അവിടെ അത്ഭുതങ്ങളോ രോഗശാന്തികളോ വിടുതലുകൾ അനുഭവങ്ങളൊക്കെ നമുക്ക് നേടുന്നത്. നേരെ മറിച്ച് നമ്മൾ വിശ്വസിക്കുന്നില്ലേ, നമുക്കതൊട്ടും അനുഭവിക്കാനായിട്ടോ സ്വന്തമാക്കാനായിട്ടോ കർത്താവിൻ്റെ മാർഗത്തിൽ വ്യാപരിക്കാനായിട്ടോ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. അവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വീണ്ടും പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ഒഴുകി ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് അപ്പസ്തോലന്മാർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവർ പോകുന്ന വഴി സുവിശേഷം പ്രസംഗിക്കുന്നുണ്ട്. എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ കൊടുക്കുക. അവിടെ പൈശാചികത്തിൽ വിട്ടുപോകുന്നു, അന്ധകാരം വിട്ടുപോകുന്നു, രോഗങ്ങൾ വിട്ടുപോകാറ്, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവർ ദൈവത്തെ കണ്ടുമുട്ടുന്നു, യുദ്ധത്തിനായി ഈശോയെ കണ്ടുമുട്ടുന്നു. ഇന്നും ഈശോ ജീവിക്കുന്നവരാണ് നമുക്ക് തിരിച്ചറിയുന്നു. അപ്പോൾ അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, ആരാധിക്കുന്നു. അങ്ങനെ പുതിയൊരു ജീവിതം തന്നെ ആരംഭിക്കുക, വലിയ ദൈവിക ഇടപെടൽ അനുഭവിക്കുക. അപ്പോൾ ഈ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, അടയാളങ്ങൾ സംഭവിക്കും. ഞാൻ ഓരോ അത്ഭുതങ്ങളും രോഗശാന്തികളൊക്കെ സംഭവിക്കുമ്പോൾ കാണുമ്പോൾ അറിയാം അത് നമ്മളല്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട്. പത്രോസ് നടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും പതിച്ചാൽ മതി എന്ന് കരുതിക്കൊണ്ട് ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് വഴിയിൽ തെരുവുകളിൽ കിടത്തിയിരുന്നു. പത്രോസ് നടന്നു പോകുമ്പോൾ അത്രമാത്രം പത്രോസിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവ് ശക്തി ഒഴുകിക്കൊണ്ടു. ഇതൊരു സംഭവം നോക്കിയേ, ആ പരിശുദ്ധാത്മാവ് ശക്തി ഒഴുകുക. ഈ ശരിക്കും പരിശുദ്ധാത്മാവ് എവിടുന്നാണ് വരുന്നത്? ശരിക്കും ഈശോയുടെ ഹൃദയത്തിൽ ഈശോ
മരിച്ചു കഴിഞ്ഞപ്പോൾ, ഈശോ നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം ബലി അർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈശോയുടെ ചങ്കിൽ നിന്ന് ഒഴുകുന്ന ചോരയും ജലമുണ്ട്. അതാണ് പരിശുദ്ധാത്മാവ്. ആ ജലം പരിശുദ്ധമാണ്. ആ പരിശുദ്ധാത്മാവ് ശരിക്കും അതിന് പൂർണ്ണതയിലാണ് ഇവർ പെന്തക്കോസ്ത് അദ്ദേഹത്തിൽ അനുഭവിക്കുന്നത്, സ്വന്തമാക്കുക, ഇവരിലേക്ക് പ്രവേശിക്കുന്നത്. ആ രൂപി ഇവർ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പോകുന്ന വഴിയിൽ ഈശോ ചെയ്ത അതേ പ്രവർത്തികൾ ഇവർ ചെയ്യുകയാണ്. ഈശോ ചെയ്ത അതേ പ്രവൃത്തി, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, രോഗികൾ സുഖപ്പെടുന്നു, ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുന്നു. അതൊന്നും ഇവരുടെ കഴിവല്ല, ഇവര് പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതിന്റെ. ഇവരാകെ ചെയ്തത് അവർ ഈശോയിൽ വിശ്വസിച്ചു. അതിലെ യോഹന്നാൻ 11:40 നമ്മളെപ്പോഴും പറയുന്ന പോലെ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും. വിശ്വാസം വേണമെന്ന് പറയും, വിശ്വസിക്കാൻ പറയും. അതുകൊണ്ടാണ് റോമാലേഖനത്തിൻ്റെ 10:8-9 അഖിലേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവനെ മരിച്ചു നിർപ്പിച്ചു നീ വിശ്വസിക്കണം, വിശ്വസിച്ചാൽ മാത്രമേ സംഭവിക്കുള്ളൂ. വിശ്വാസമാണ് വേണ്ടത്. അടുത്തൊരു എഫെസസ് 2:8-9 വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്, നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയേ. നല്ല വിശ്വാസം വേണമെന്ന് പറയും. എബ്രായ ലേഖനത്തിൻ്റെ 11:1 പറഞ്ഞ വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവയുണ്ട് എന്നുള്ള ബോധ്യമാണ്. ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് കാരണമായി തീർന്നത്, അർഹരായി തീർന്നത്. അപ്പം വിശ്വാസം എന്നൊരു മേഖല, ഫെയ്ത്തുണ്ട്, ഉള്ളിൽ ദൈവമുണ്ടെന്നുള്ള വിശ്വാസം അവരെ അടിത്തറ. ഈശോ ദൈവമാണ്, ഈശോ കർത്താവാണെന്നുള്ള ഫെയ്ത്തുണ്ട്. ആ ഫെയ്ത്തിലൂടെ കൃപ ഇങ്ങനെ ഒഴുകുന്ന കാണാൻ പറ്റുമേ. അപ്പം ഈ കൃപ ഒഴുകണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിലേക്ക് കൊടുക്കണം. നമ്മൾ ഈശോ വിശ്വസിച്ച് കണ്ണും പൊട്ടി ഞാൻ കർത്താവിൻ്റെ ആസ്യം എന്ന് പറഞ്ഞ് വിശ്വസിക്കണം. ലൂക്കാ 1:45 പറഞ്ഞ പോലെ അതായത് പറയുമ്പോൾ പരിശുദ്ധ അമ്മയോട് എലിസബത്ത് പറയുകയാണ്, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. വിശ്വാസം നിൽക്കുകയാണ്. അപ്പം ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. അപ്പോഴാണ് അന്ധകാരം മാറുന്നത്. മക്കൾ മാനസാന്തരപ്പെടും. ശരിക്കൊരു കൈ പ്രാർത്ഥന കിട്ടിയാൽ മതി, അവന് പൂർണ്ണമായ മാനസാന്തരം ഉണ്ടാവും. ജീവിത പങ്കാളി മാനസാന്തരപ്പെടും ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകിക്കഴിഞ്ഞാൽ. പക്ഷേ വിശ്വാസം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നമുക്ക് ഈശോ കപ്പർനാമിൽ പോയിട്ട് ഒരിക്കൽ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പറയുന്നുണ്ട്, ഒരു അത്ഭുതവും പ്രവർത്തിക്കാൻ പോലും പറ്റിയില്ല. അതിനെക്കുറിച്ച് വചനം പറഞ്ഞത് അവരുടെ വിശ്വാസരാഹിത്യം നിമിത്തം അവരുടെ ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവരുടെ വിശ്വാസരാഹിത്യം നിമിത്തം അവരുടെ ഇടയിൽ അവനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതായത് ചില സമയത്ത് കാണാൻ പറ്റൂതേ, അതായത് വിശ്വാസക്കുറവ് മൂലം അവർക്കൊതുക്കാൻ പറ്റിയില്ല. പരിശുദ്ധാത്മാവിന് അവരുടെ, അതിൻ്റെ അർത്ഥം എന്താ, പരിശുദ്ധാത്മാവിന് അവരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പറ്റിയില്ല. കാരണം അവരുടെ വിശ്വാസരാഹിത്യം നിമിത്തം, അവരുടെ അഹങ്കാര നിമിത്തം, കഠിന ഹൃദയ നിമിത്തം, ദൈവത്തെ അവർ അവിശ്വസിച്ചതുകൊണ്ട്, തിരസ്കരിച്ചതുകൊണ്ട്. അവരുടെ വചനം സ്വീകരിക്കുക. അതിന് കാരണം പറയുന്നുണ്ട്, പല കാരണം കൊണ്ട് അവർ വിശ്വസിക്കാത്തതിന് കാരണം അവരുടെ ധനമോഹം, അഹങ്കാരം, പാപത്തോടുള്ള ബന്ധം, യുക്തിചിന്തകൾ, അഹങ്കാര സ്ഥാനമാനം, അങ്ങനെ പല തിന്മകൾ അവർ നിന്നുകൊണ്ടാണ് ദൈവത്തെ വിശ്വസിക്കാൻ പറ്റാത്ത പോകുന്നത്. ശരിക്കാണ് അവർ ഈശോയ്ക്ക് പ്രവർത്തിക്കാൻ, പരിശുദ്ധാത്മാവിന് അവരിലേക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഒരു ധനവാനുണ്ട്, അവന് ഈശോയുടെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 30 വരെയുള്ള വചനം വായിക്കുമ്പോൾ പറയുന്നുണ്ട്, നല്ലവനായ ഗുരു രക്ഷ പ്രാപിക്കാൻ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ദൈവമല്ലാതെ വേറെ നല്ലവനല്ല. അതിനുശേഷം കൽപ്പനകൾ പാലിക്കും. ഈശോ പറഞ്ഞു, നിനക്ക് അവൻ പറഞ്ഞു, ഞാൻ ചെറുമ്പോഴെല്ലാം അനുസരിക്കുക. അപ്പോൾ ഈശോ പറഞ്ഞു, പോയി നിനക്കുള്ള മുഴുവൻ പറ്റുന്ന പാവങ്ങൾക്ക് കൊടുക്കുക. അവൻ പറയുന്നുണ്ട്, ചെറുപ്പം മുതലേ അത് അംഗീകരിക്കുന്നില്ല. അവൻ തിരിച്ചു പോവുകയാണ്. കാരണം ആ ധനവാന് അപ്പം പറ്റുന്നില്ല. അപ്പം അവനിലേക്ക് ആ പരിശുദ്ധാത്മാവിന് പ്രവേശിക്കാൻ പറ്റുന്നില്ല. ധനമോഹമുള്ള ആ വ്യക്തിയിലേക്ക് അരൂപിക്ക് കടന്നു ചെല്ലാൻ പറ്റുന്നില്ല. നമുക്കറിയാം, ലാസറിന്റെ കുഴിമാടത്തിന്റെ മുമ്പിൽ ഈശോ നിൽക്കുമ്പോൾ അവിടെ വലിയ പാറക്കഷ്ണം അല്ലേ, കുഴിമാടത്തിന്റെ വാതിലായിട്ട് വെച്ചിരിക്കുന്ന വലിയ കല്ല്, ആ കല്ലെടുത്ത് മാറ്റാൻ പറയാം. അത് ശരിക്കും അവിശ്വാസം ഒരു പാറ പോലെയാണ്. അത് ബ്ലോക്ക് ചെയ്യും, ദൈവാനുഗ്രഹങ്ങളെ ബ്ലോക്ക് ചെയ്യും. പരിശുദ്ധാത്മാവിന് കടന്നു വരാൻ പറ്റുന്നില്ല അവിടെ. അത്ര ഹൃദയ ജീവിതങ്ങൾ, ലോകത്ത് ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടാത്തത് അവർ ദൈവത്തിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, ഈശോയിൽ വിശ്വസിക്കാത്തതുകൊണ്ട്, ഈശോ രക്ഷകനെ കർത്താവോട് ഏറ്റു പറയാത്തതുകൊണ്ട്, ഈശോ അംഗീകരിക്കാത്തതുകൊണ്ട്, ഈശോയുടെ തലകൊടിക്കാത്തതുകൊണ്ട്, ജീവിതം തുറന്നു കൊടുക്കാത്തതുകൊണ്ട്. എല്ലാ സ്വരങ്ങളും കേൾക്കുന്നു, അവർ സംശയമാണ് അവരിൽ, അവർ എതിരിടുന്നു, അവർ എതിർപ്പ് കാണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കുന്നത് ഈശോയുള്ള വിശ്വാസത്തിൻ്റെ ഫലമായി നിങ്ങളുടെ കുടുംബങ്ങൾക്ക് പരിശുദ്ധം വരട്ടെ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിലും വലിയ മാനസാന്തരങ്ങൾ, വലിയ സൗഖ്യങ്ങൾ, രക്ഷാകരമായ ദൈവത്തിന് ഇടപെടൽ സംഭവിക്കട്ടെ എന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും വേണ്ടി കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ബന്ധനമായിട്ട് കർത്താവ് ആത്മാവാണ്, ദൈവം ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ദൈവാത്മാവുള്ള കുടുംബത്തിൽ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, സമാധാനമുണ്ട്. പൈശാചിക ശക്തികളുടെ നിറഞ്ഞ ഹൃദയങ്ങളുള്ള സ്ഥലങ്ങളിൽ അസ്വസ്ഥതയാ, ഭിന്നതയാ, ഐക്യമില്ല, സ്നേഹമില്ല, കൂട്ടായ്മയില്ല. പ്രാർത്ഥന
പ്രാർത്ഥനയില്ല, മൂടുപടമാണ് എല്ലാവരിലും. എല്ലാവരും മൂടുപടം വെച്ചാണ് ജീവിക്കുന്നത്. രണ്ട് മുഖങ്ങളാണ് എൻ്റെ. കാരണം പരിശുദ്ധാത്മാവ് എന്നറിയാത്തവന് രണ്ട് മുഖമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ. ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ സമയം, ഈ ശുശ്രൂഷ സമയത്ത്, ഈ ആരാധന സമയത്ത് അതിശക്തമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.